വേനൽ ചൂട് പ്രധാനമായും ബാധിച്ച ക്ഷീരമേഖല കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെയാണ്. വേനൽ കടുത്തതോടെ പാൽ ഉൽപാദനം 50% കുറഞ്ഞതോടെ ക്ഷീരകർഷകരുടെ വരുമാനത്തിലും വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കഴിഞ്ഞ 25 വർഷമായി ക്ഷീരമേഖലയിൽ സജീവമായ പെരുവമ്പാടം സ്വദേശി കുന്നേൽ മനോജ് പറയുന്നു. വേനൽ കടുത്തതോടെ പുല്ല് കിട്ടാനില്ല. വലിയ വില നൽകി കാലിത്തീറ്റ വാങ്ങി വേണം നൽകാൻ. ചൂടിൽ പശുക്കളെ സംരക്ഷിക്കാൻ കർഷകർ തൊഴുത്തിൽ ഫാനുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകന് നിലവിൽ ലിറ്ററിന് 42 രൂപയാണ് ലഭിക്കുന്നത്. 1 ലിറ്റർ പാലിന് 75 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ക്ഷീരകർഷകർക്ക് നഷ്ടമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയൂ. പശുക്കളിൽ നിന്നും 30 ലിറ്റർ പാൽ ലഭിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ ലഭിക്കുന്നത് പരമാവധി 13 ലിറ്ററാണ്. ക്ഷീരമേഖല നഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് മാറിയതോടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ മേഖല വിട്ട കർഷകരുടെ എണ്ണം വ്യാപകമാണ്. ക്ഷീരസംഘങ്ങളിൽ കർഷകർ നൽകി വരുന്ന പാലിന്റെ അളവിലും കുറവുണ്ടായിട്ടുണ്ട്. ഓരോ ക്ഷീരസംഘങ്ങളുടെയും കണക്കെടുത്താൽ ഈ മേഖല വിട്ട കർഷകരുടെ എണ്ണം ലഭിക്കും. മിൽമയിൽ നിന്നും കർഷകന് 42 രൂപ ലഭിക്കുമ്പോൾ പുറത്തു കൊടുത്താൽ 60 രൂപ വരെ ലഭിക്കുമെന്നും മനോജ് പറയുന്നു. കഴിഞ്ഞ മാസം മിൽമ ലിറ്ററിന് 4 രൂപ ഇൻസ്റ്റീവ് നൽകിയത് ആശ്വാസമായതായും മനോജ് പറയുന്നു. ക്ഷീരകർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ക്ഷീരമേഖലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും മനോജ് ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ 10-25 കൊല്ലമായിട്ട് ഈ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഓരോ കൊല്ലം തോറും ഉൽപ്പാദന ചെലവ് കൂടുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് പലരും നിർത്തി പോവുകയാണ്. നമുക്ക് ഗവൺമെൻറ് സഹായങ്ങളൊക്കെ കാര്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ മേഖലയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ കാലിത്തീറ്റയ്ക്കും പിണ്ണാക്ക് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. മിൽമ പാലിന് വില കുറവാണ് തരുന്നത്. ഈ ചാനൽ മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494 2084 010 7034 07 1111.